നിങ്ങൾക്ക് മുടികൊഴിച്ചിലുണ്ടോ? ഡോക്ടറെ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നത്? മുടികൊഴിച്ചിലുണ്ടാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആദ്യമേ തന്നെ അനീമിയ, അതായത് ബ്ലഡിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ. ഇതുവഴി ഹെയർ ഫോളിക്കിൾസിലേക്ക് ഓക്സിജൻ സപ്ലൈ കിട്ടാതെ വരികയും മുടികൊഴിച്ചിലുണ്ടാവുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം മാനസിക സമ്മർദ്ദം. സ്ട്രെസ് കൂടുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുകയും അതുവഴി നമ്മുടെ മുടിയുടെ വളർച്ച മുരടിച്ചുപോവുകയും ചെയ്യുന്നു. ഡോക്ടറെ, തൈറോയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുടികൊഴിച്ചിലുണ്ടാവും? തീർച്ചയായും തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഇംബാലൻസ് മുടികൊഴിച്ചിലിന്റെ ഒരു പ്രധാന കാരണമാണ്. തൈറോയ്ഡ് ഹോർമോൺ ഇംബാലൻസ് മാത്രമല്ല, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയും ഒക്കെ മുടികൊഴിച്ചിലിന് കാരണമാവാം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം അബ്സോർപ്ഷൻ കുറയുകയും അതുവഴി മുടികൊഴിച്ചിലുണ്ടാവുകയും ചെയ്യുന്നു. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉള്ളവർക്ക് മുടികൊഴിച്ചിലിന്റെ കൂടെ നല്ല ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അഥവാ പോഷകാഹാരങ്ങളുടെ കുറവ് മുടികൊഴിച്ചിലിന് ഒരു കാരണമാണ്. ജനറ്റിക് ഫാക്ടേഴ്സ് അഥവാ പാരമ്പര്യമായി മുടികൊഴിച്ചിൽ ഉണ്ടായേക്കാം. പെട്ടെന്നുള്ള വെയിറ്റ് ലോസ് മുടികൊഴിച്ചിലിന് കാരണമാവാറുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും ഡയറ്റ് എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്യൂട്ട് ഇൻഫെക്ഷൻസ് വരുന്നത് കൊണ്ടോ ഉണ്ടാവുന്ന വെയിറ്റ് ലോസ് മുടികൊഴിച്ചിലിന് കാരണമാവാറുണ്ട്. മുടികൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക. ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങൾ പരമാവധി ഒഴിവാക്കുക. ദിവസവും 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. സൾഫേറ്റ് കണ്ടന്റ് കുറവുള്ള ഷാമ്പു യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻസും സിങ്ക്, മഗ്നീഷ്യം, അയൺ തുടങ്ങിയ മിനറൽസും അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.